ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും നമ്മുടെ മാധവാനുഭവം എന്ന കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് 108 തവണ നമ്മൾ എങ്ങനെയാണ് ജപമാലയിൽ ജപിക്കാമെന്നാണ്. നിങ്ങൾക്ക് അറിയുമായിരിക്കും, എങ്കിലും ഞാൻ നിങ്ങളോട് ഒന്നും കൂടെ പറയാം. ഇത് ഞാൻ നിത്യവും ജപിക്കുന്ന എൻ്റെ ജപമാലയാണ്. ഈ ഒരു ജപമാല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ ജപമാലയുടെയും മുന്നിൽ ഇങ്ങനെ ഒരു മുത്തുണ്ടാവും, ഏറ്റവും ടോപ്പിലായിട്ട്. അപ്പം നമ്മൾ ജപിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഈ ഒരു മുത്തിൽ പിടിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളെ ചൂണ്ടുവിരൽ ഈ ഒരു ജപമാലയുടെ ഒരു മുത്തിലും നമ്മളുടെ ചൂണ്ടുവിരൽ തൊടാൻ പാടില്ല. ചൂണ്ടുവിരൽ കൂട്ടാതെ ഈ ഒരു ബാക്കിയുള്ള 3 വിരലുകളും കൂട്ടിയിട്ട് നമുക്ക് ജപമാലയുടെ മുത്തിൽ, ഈ ആദ്യത്തെ മുത്തിൽ പിടിച്ച് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം എപ്പോഴും നമ്മൾ ജപമാല എടുക്കുമ്പോൾ അതിൻ്റെ മുന്നോട്ടാണ് ജപിക്കേണ്ടത്. മുന്നോട്ടാണ്, ഒരിക്കലും ബാക്കിലോട്ട് നമ്മൾ ജപിക്കാൻ പാടില്ല. എപ്പോഴും മുന്നോട്ട് നമ്മൾ ജപിക്കുക. ഇപ്പം നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അത് ജപിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മുത്ത് ഇങ്ങനെ മുന്നോട്ട് നമ്മൾ ജപിച്ചതിന് ശേഷം ഇങ്ങനെ ഓരോന്നായി നമ്മൾ ജപിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ജപമാലയുടെ അടുത്തെത്തുമ്പോൾ, ഞാനിതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡിൽ കറക്റ്റ് ജപിക്കുന്നില്ല, സ്പീഡിൽ മാല ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മളുടെ മാലയുടെ ലാസ്റ്റ് പാർട്ടിലെത്തുമ്പോൾ, നമ്മൾ ഇപ്പോൾ ഇത്രയും ജപിച്ച് 108 തവണ നമ്മൾ ജപിച്ചിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ഇവിടെ എത്തും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ലാസ്റ്റ് മുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ ഒരു മാല, പിന്നെ നമ്മൾ ഈ മുത്ത് മറികടന്ന് ഒരിക്കലും ജപിക്കരുത്. എന്നിട്ട് ഈ ഒരു മുത്ത്, ഈ ലാസ്റ്റ് വരുന്ന മുത്ത് നേരെ ഇങ്ങനെ തിരിച്ച് പിടിക്കുക മുന്നോട്ട്. എപ്പോഴും നമ്മൾ ജപിക്കുമ്പോൾ മുന്നോട്ട് ജപിക്കണം, ബാക്കിലേക്ക് ഒരിക്കലും ജപിക്കാൻ പാടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ജപിക്കുമ്പോൾ വീണ്ടും നമ്മൾ മുന്നിലോട്ട് വേണം ഇങ്ങനെ ജപിക്കാൻ. ഇങ്ങനെയാണ് നമ്മൾ ജപമാലയിൽ ജപിക്കേണ്ടത് എപ്പോഴും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മളെ ചൂണ്ടുവിരൽ ജപിക്കുമ്പോൾ ഉപയോഗിക്കാനേ പാടില്ല. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ 108 തവണ ജപിക്കാൻ. പിന്നെ ജപിക്കുമ്പോൾ നമുക്ക് ഒരു ബാഗ് ഉണ്ട്, ജപസഞ്ചി എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം നമ്മൾ ഗുരുവായൂരിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം, അങ്ങനെ ഇസ്കോൺ പ്രസ്ഥാനം, അങ്ങനെയൊക്കെ അവരുടെയൊക്കെ കഴുത്തിൽ ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടാവും, പൗച്ച്. ഈ ഒരു പൗച്ചിലിട്ടിട്ട് നമുക്ക് ജപിക്കാവുന്നതാണ്. ഈ പൗച്ച് നമ്മളെ ഗുരുവായൂരിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ചെറിയൊരു പൈസ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ജപമാല എപ്പോഴും നമ്മൾ ജപിക്കുന്നത് വേറെ ആരും കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളെപ്പോഴും ജപിക്കുമ്പോൾ ഏറ്റവും, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു ജപസഞ്ചിയിൽ ഈ ഒരു മാല നമുക്കിട്ടിട്ട്, അപ്പോൾ ഈ ജപസഞ്ചിക്ക് നമുക്ക് 2 ഹോൾസ് ഉണ്ടാവും, ചെറിയൊരു ഹോൾസും പിന്നെ വലിയൊരു ഹോൾസും ഉണ്ടാവും. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഈ മാല ഇട്ടിട്ട് നമ്മുടെ ഇതിൻ്റെ ഇട്ടിട്ട് ഇതിൻ്റെ ഈ ഒരു ചൂണ്ടുവിരലിടാനുള്ളതാണ് ഈ ഒരു കുഞ്ഞു ഹോള്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് നമുക്ക് ജപിക്കാം. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ 3 വിരലുകൾ, ഈ ചൂണ്ടുവിരൽ തൊടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഈ ഹോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സഞ്ചിയിൽ അല്ലെങ്കിൽ ഈ പൗച്ചിലിട്ടിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ മുന്നോട്ട് ഇങ്ങനെ ജപിച്ച് തുടങ്ങാവുന്നതാണ്. എപ്പോഴും നമ്മൾ ലാസ്റ്റ് മുത്തെത്തുമ്പോൾ വീണ്ടും മാല തിരിച്ച് വെക്കണം, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളത് ബാക്കിലേക്ക് ഒരിക്കലും ജപിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബാഗിൽ വെച്ചിട്ട് ജപിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ജപിക്കാം, ഏത് രീതിയിലും ജപിക്കാം. ഏറ്റവും നല്ലത് നമ്മൾ ജപിക്കുന്നത് മറ്റുള്ളവർ കാണാതിരിക്കുന്നതിലാണ് ഏറ്റവും നല്ലത്. ജപമാല എപ്പോഴും നമുക്ക് പൗച്ചിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് മറ്റ് അശുദ്ധിയൊന്നും കൂടാതെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ ഈ ഒരു പൗച്ചിൽ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ജപമാല അലക്ഷ്യമായിട്ട് ഇടാതെ എപ്പോഴും നമ്മളെ പൂജാ റൂമിൻ്റെ അടുത്തായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു 108 തവണ ജപിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, എപ്പോഴും നമ്മൾ ചൂണ്ടുവിരൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ദിവസവും 108 തവണ നാമം ജപിക്കാൻ ശ്രമിക്കുക.
നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചൂണ്ടുവിരൽ കൊണ്ട് ഒരിക്കലും നമ്മൾ ജപിക്കുമ്പോൾ ആ മുത്ത് തൊടാൻ പാടില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എപ്പോഴും നമ്മൾ ജപിക്കുമ്പോൾ മുന്നോട്ട് മാത്രം ജപിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. ഹരേ കൃഷ്ണ, ജയ് ശ്രീ, രാധേ രാധേ.